ഇവൾ ശാലിനി. കഥ. രചന ജയശ്രീ രാജേഷ്. അന്ന് കുറച്ചധികം ജോലിയുണ്ടായിരുന്നതിനാൽ ശാലിനിക്ക് പതിവ് ട്രെയിൻ മിസ്സായി. ധൃതി പിടിച്ച് കിട്ടിയ വണ്ടിയിൽ ചാടിക്കയറി. പതിവ് ട്രെയിൻ അല്ലാത്തതിനാൽ പരിചയമുള്ള ഒരു മുഖവും കാണുന്നില്ല. സ്ഥിരപരിപാടികളായ വാക്കുതർക്കങ്ങൾ, സംഘർഷഭരിതമായ ചില മുഖങ്ങൾ. ബോഗിക്കുള്ളിലൂടെ നടന്നാൽ വണ്ടിയുടെ വേഗത്തിനേക്കാളും മുന്നേ വീടെത്താമായിരുന്നെന്ന അക്ഷമയോടെ പിറുപിറുക്കുന്ന ചില മുഖങ്ങൾ. അലസമായി മുകളിൽ തൂങ്ങിപ്പിടിച്ചിരുന്ന ഹാൻഡിലിൻ്റെ താങ്ങിൽ കൈകളിലേക്ക് തലയിത്തിരി ചായ്ച്ചു ശാലിനി. സൂചി കുത്താനിടമില്ലാതെ തിങ്ങിഞ്ഞെരുങ്ങി നിന്നപ്പോൾ വണ്ടിയുടെ താളത്തിനൊത്ത് മനസ്സും സഞ്ചരിക്കാൻ തുടങ്ങി. വീട്ടിലെത്തിയ ശാലിനി നേരെ അടുക്കളയിൽ ചെന്ന് ഫ്രിഡ്ജിലെ ബോട്ടലിൽ നിന്നും 2 കവിൾ വെള്ളം കുടുകുടാ കുടിച്ചു. രാവിലത്തെ പാത്രങ്ങളൊക്കെ കിച്ചൺ സിങ്കിൽ കിടക്കുന്നു. ഇനി ഇതൊക്കെ എപ്പോഴാണാവോ ഒന്ന് കഴുകി വയ്ക്കുക. എന്നിട്ട് വേണം രാത്രിയിലെ ഭക്ഷണം തയ്യാറാക്കാൻ. വയ്യ, ആകെ തളർന്നിരിക്കുന്നു. വെറുതെയെങ്കിലും ഒരു ആശ്വാസവാക്കിനായി കൊതിച്ചു. എന്താ നിനക്ക് എന്ന് ചോദിക്കാൻ. നീ വിശ്രമിച്ചോ, ഇന്ന് ഞാൻ അടുക്കളയിൽ കയറാം എന്ന് പറയാൻ. ഇല്ല, ഒക്കെ വെറും മോഹങ്ങളാണ്. പല ധ്രുവങ്ങളിൽ സഞ്ചരിക്കുന്ന 3-4 പേർ. പരസ്പരം കൂട്ടിമുട്ടാത്ത ചിന്തകളും സ്വപ്നങ്ങളും. അതിനിടയിൽ കർമ്മഭാണ്ഡവും പേറി താൻ. സ്ത്രീ കുടുംബത്തിൻ്റെ വിളക്കാണല്ലോ. എല്ലാം അനുഭവിച്ചല്ലേ പറ്റൂ, സഹിച്ചല്ലേ പറ്റൂ. 25 വർഷം മുന്നേ കുന്നും കായലും വയലുകളും ഉള്ള ഒരു നാട്ടിൻപുറത്തു നിന്ന് ഈ നഗരത്തിലേക്ക് പറിച്ചു നടുമ്പോൾ എന്തെല്ലാം സ്വപ്നങ്ങളായിരുന്നു. പുസ്തകങ്ങളിൽ മാത്രം വായിച്ചു കേട്ട മുംബൈ നഗരം. അവിടേക്കാണ് വിവാഹം കഴിഞ്ഞു പോകുന്നതെന്നറിഞ്ഞപ്പോൾ മനസ്സിലെ മോഹങ്ങൾക്ക് 1000 ചിറകുകളായിരുന്നു. തെക്കേടത്തെ ശാലിനിക്കുട്ടിക്ക് വന്ന ആലോചന ബോംബെ നാത്രേ എന്ന് കുളക്കടവിലും വേലിപ്പുറത്തും പെണ്ണുങ്ങൾ അടക്കം പറയുമ്പോൾ അത് തന്നെ പറ്റിയാണല്ലോ എന്നോർത്ത് മനസ്സിൽ ഊറിച്ചിരിച്ച് അഭിമാനം കൊണ്ടു. എന്തൊരാഘോഷമായിരുന്നു! വീടും അയൽക്കാരും ഉറങ്ങാത്ത 4 ദിവസത്തെ കല്യാണ ആഘോഷങ്ങൾ, പാർട്ടികൾ, വിരുന്നുകൾ. സതീഷിൻ്റെ കൈപിടിച്ച് ഗ്രാമത്തിലെ അങ്ങാടിയിലൂടെ നടക്കുമ്പോൾ ഗ്രാമത്തിൻ്റെ നാണവും ഒതുക്കവുമൊക്കെ മറന്നുകഴിഞ്ഞിരുന്നു. മുംബൈക്കാരിയുടെ കെട്ടുമട്ടുമായി മാറാൻ കല്യാണത്തിന് മുമ്പേ മനസ്സ് പാകപ്പെടുത്തി കഴിഞ്ഞിരുന്നു. കല്യാണം കഴിഞ്ഞ് 10ാം നാൾ ഓടിക്കളിച്ച വീടിനോടും തൊടിയോടും വിഷമം വരുമ്പോൾ ഓടിച്ചെന്ന് അഭയം തേടിയിരുന്ന അമ്മയുടെ കരവലയത്തിനോടും വിട പറഞ്ഞ് കണ്ണെത്താ ദൂരത്തിലേക്കുള്ള യാത്ര. കടപട ശബ്ദമുണ്ടാക്കി കൂകിപ്പായുന്ന ജയന്തി ജനതയുടെ 2nd ക്ലാസ് കമ്പാർട്ട്മെൻറ്റിൽ ജനാലയ്ക്കരികിലിരുന്ന് പുറത്തെ കാഴ്ചകൾ കാണുമ്പോൾ മനസ്സിടയ്ക്കെല്ലാം തറവാട്ടുമുറ്റത്തും തൊടിയിലും പറന്നു നടക്കുകയായിരുന്നു. അറിയാതെ ഉരുണ്ടു വീണ കണ്ണീർ മുത്തുകൾ സഹയാത്രികർ കാണാതെ ചുരിദാർ ഷാളുകൊണ്ട് തുടയ്ക്കുമ്പോൾ വായനയിൽ മുറുകിയിരുന്ന സതീഷിൻ്റെ മുഖമുയർത്തിയുള്ള ചോദ്യം, ക്യാ ഹുവാ, ക്യൂ രോത്തി ഹേ? കൈത്തലം തൻ്റെ ഉള്ളം കൈയിലെടുത്ത് എന്തിനാ വിഷമിക്കുന്നത്, ഞാനില്ലേ കൂടെ എന്ന് കേൾക്കാൻ കൊതിച്ച നിമിഷങ്ങൾ. ഡിഗ്രിക്ക് 2nd ലാംഗ്വേജ് ഹിന്ദി ആയതുകൊണ്ട് ചോദിച്ചതിൻ്റെ അർത്ഥം മനസ്സിലായി. കണ്ണു തുടച്ച് ഒന്നുമില്ല എന്ന് പറഞ്ഞ് ജനാലക്കമ്പികളിൽ മുഖമമർത്തി മെല്ലെ ഓർമ്മകളിലേക്കും പതിയെ നിദ്രയിലേക്കും വഴുതി വീണു. ഉറക്കത്തിൽ എപ്പോഴോ സതീഷ് തട്ടി വിളിച്ചു, ദേഖ് ഖാന ആയി ഹേ. വഴിയിലെ ഏതോ സ്റ്റേഷനിൽ നിന്നും കയറ്റിയ തണുത്തുറഞ്ഞ ഭക്ഷണം വായിലേക്ക് വെക്കുമ്പോൾ തന്നെ ഓക്കാനം വരും. സതീഷ് ഒന്നും ശ്രദ്ധിക്കാതെ ഭക്ഷണം കഴിക്കുകയാണ്. നഗരവാസികൾക്ക് ഇതൊക്കെ ശീലമായിരിക്കും. തനിക്കിതൊന്നും പറ്റില്ല. അമ്മ വിളമ്പിത്തരുന്ന കുത്തരിച്ചോറും വെണ്ടയ്ക്ക സാമ്പാറും മെഴുക്കുപുരട്ടിയും ഓർമ്മ വന്നു. എന്തൊരു രുചിയായിരുന്നു! മറ്റൊരു സ്ഥലത്തേക്ക് പറിച്ചു നടുമ്പോഴാണ് അതുവരെ അനുഭവിച്ചിരുന്ന പുണ്യം മനസ്സിലാകുന്നത്. സ്റ്റേഷനെത്തി ലഗേജുകളും എടുത്ത് പുറത്തിറങ്ങിയപ്പോൾ, പുതിയ മണ്ണിലേക്ക് കാലെടുത്ത് വെച്ചപ്പോൾ ആ നാട്ടിൻപുറത്തുകാരിയുടെ വട്ടമിഴികളിൽ അപരിചിതത്വത്തിൻ്റെ നിഴലുകൾ നീർക്കണങ്ങൾ തീർത്തു. പെട്ടെന്നുള്ള പറിച്ചു നടൽ ഏതൊരു ചെടിയെയും വാട്ടുന്നത് പോലെ അവളിലും നാടും വീടും അമ്മയും ബന്ധങ്ങളും ഒരു നോവായി നീറി. നഷ്ടബോധം തീർത്ത തിരിച്ചറിവിൽ ഇനി അതെല്ലാം ഒരു പതിവ് ചര്യ എന്ന സത്യം ഉൾക്കൊണ്ട് പതിയെ അവളും ആ മഹാനഗരത്തിൻ്റെ തിരക്കുള്ള ഒരു കണമായി മാറാൻ ശ്രമിച്ചു തുടങ്ങി. വീട്ടുകാര്യങ്ങളൊക്കെ നോക്കി സതീഷ് ജോലി കഴിഞ്ഞു വരുമ്പോൾ പുഞ്ചിരിക്കുന്ന മുഖത്തോടെ വാതിൽ തുറന്നു കൊടുക്കുന്ന, ക്ഷീണം മാറ്റുമ്പോൾ അടുത്തിരുന്ന് കൊച്ചുവർത്തമാനം പറയുന്ന നല്ലൊരു കുടുംബിനിയായി ജീവിക്കാനാണ് കൊതിച്ചത്. പക്ഷേ എന്നും കമ്പനികൾ മാറിക്കൊണ്ടിരിക്കുന്ന സതീഷും സ്ഥിരതയില്ലാത്ത ജോലിയും മനസ്സിലെ മോഹങ്ങളെ, ഒരു 20കാരിയുടെ സ്വപ്നങ്ങളെ മുളയിലെ തളർത്തിക്കളഞ്ഞു. കോളേജ് ജീവിതവും കൂട്ടുകാരും പഠിത്തവും മാത്രമായിരുന്ന അതുവരെയുള്ള ജീവിതം
അതിൽ നിന്നും പെട്ടെന്നുള്ളൊരു മാറ്റം വല്ലാതെ ഉലച്ചു. അതിന് ഒന്ന് കൈപിടിച്ച് ആശ്വസിപ്പിക്കാൻ, ഓരോന്ന് പറഞ്ഞു തരാൻ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിലെന്ന് മനസ്സ് സങ്കടപ്പെട്ട ദിനങ്ങൾ. ഒരു ചായ ഉണ്ടാക്കാൻ പോലും അതുവരെ പഠിച്ചിട്ടില്ലാത്ത താൻ ഒരു വീടിൻ്റെ അടുക്കള കാര്യങ്ങൾ ഏറ്റെടുത്തത് കാലം വരുത്തുന്ന മാറ്റങ്ങൾക്ക് സാക്ഷ്യം പേറാനായിരിക്കും. ഭാഷ അറിയാത്ത, വഴി അറിയാത്ത മഹാനഗരത്തിൽ പിടിച്ചു നിൽക്കാൻ പാടുപെട്ട പല ദിവസങ്ങൾ, 4 ചുമരുകൾക്കുള്ളിൽ തളയ്ക്കപ്പെട്ട ജീവിതം, മനസ്സറിയാതെ മടക്കയാത്ര ചെയ്യുന്നു. അതിനിടയിൽ പ്രസവം. ഒന്നിനും മനസ്സ് പാകപ്പെട്ടിട്ടില്ലായിരുന്നു. എന്നാലും മാതൃത്വത്തിൻ്റെ ആനന്ദം അനുഭവിച്ചു. പിന്നെ വേദനകൾ മറന്നത് കുട്ടിയുടെ കളിച്ചിരിയിലൂടെയായിരുന്നു. ജീവിതത്തിന് ഒരു അർത്ഥം വന്ന പോലെ. നഗരത്തിൻ്റെ ആർഭാടങ്ങളിൽ ജീവിക്കുന്ന ശാലിനി വീട്ടുകാരുടെയും നാട്ടുകാരുടെയും മനസ്സിലെ ചിന്തകൾക്ക് ഭംഗം വരാതിരിക്കാൻ ഇരുണ്ടുകൂടിയ മനസ്സിലെ വേദനകൾ ആരെയും അറിയിച്ചില്ല. കവിതകളും കഥകളും മനസ്സിൽ വർണ്ണങ്ങൾ തീർത്ത കോളേജ് ക്യാമ്പസിൻ്റെ ലൈബ്രറിയിൽ നിന്നും, ക്യാൻറ്റീനിലെ അന്തിച്ചർച്ചകളിൽ നിന്നും, കോളേജ് ഗ്രൗണ്ടിലെ വാഗമര ചുവട്ടിൽ നിന്നും ഉറങ്ങാത്ത നഗരത്തിലെ സംവേദനങ്ങൾ ക്യാ, കോൻ, കൈസെ തുടങ്ങിയ രാഷ്ട്രഭാഷയിലേക്ക് മാറുന്നത് നിസ്സംഗതയോടെ നോക്കി നിന്നു. ആദ്യമൊക്കെ വേറെ ഏതോ ലോകത്ത് എത്തിപ്പെട്ടതുപോലെയുള്ള അസ്വസ്ഥതയായിരുന്നു. പിന്നെയൊക്കെ മെല്ലെ മെല്ലെ ശീലമാകാൻ തുടങ്ങി. ആരോ ബെല്ലടിക്കുന്നു. മോളാകാം. സ്കൂൾ വിട്ട് ട്യൂഷനും കഴിഞ്ഞു വരുന്ന വരവാണ്. വന്നാൽ കൈകാലുകൾ പോലും കഴുകാതെ അടുക്കളയിൽ വന്ന് പരതലാണ്. വായ്ക്ക് പിടിക്കുന്നത് ഒന്നും പാത്രങ്ങളിൽ കണ്ടില്ലെങ്കിൽ ഭാവം മാറും. പിന്നെ പിണങ്ങി വാതിലടച്ചിരിക്കും. ആരോടും ഒന്നും മിണ്ടില്ല. ഒന്നും കഴിക്കാതെ തന്നെ കിടന്നുറങ്ങും. അത് കണ്ടാൽ വിഷമമാണ്. അടുത്ത് ചെന്നിരുന്ന് മടിയിൽ പിടിച്ചിരുത്തി നല്ല 2 വാക്കു പറഞ്ഞാൽ ശരിയാവും. വീട്ടിൽ തൻ്റെ മനസ്സ് കുറച്ചെങ്കിലും മനസ്സിലാക്കുന്നത് അവളാണ്. അവളുടെ പ്രായത്തിലുള്ള കുട്ടികളുടെ ആർഭാടങ്ങളൊന്നും കുറച്ചെങ്കിലും അവളുടെ ജീവിതത്തിൽ നൽകാൻ കഴിയുന്നില്ലല്ലോ എന്ന വിഷമവും കുറ്റബോധവും പലപ്പോഴും തോന്നാറുണ്ട്. 9 വയസ്സേ ആയിട്ടുള്ളൂവെങ്കിലും മുതിർന്നവരെക്കാൾ പക്വതയുണ്ട് അവൾക്ക്. അമ്മയുടെ ഓടിപ്പാച്ചിലും അലച്ചിലും അവളിലും വിങ്ങലുണ്ടാക്കുന്നുണ്ട് എന്ന് ആ കണ്ണുകളിൽ നിന്ന് വായിച്ചെടുക്കാം പലപ്പോഴും. മൂത്തവൻ ഡിഗ്രി കഴിഞ്ഞ് MBAക്ക് ചേർന്നിരിക്കുന്നു ചെന്നൈയിൽ. അവൻ്റെ പഠിപ്പിന് തന്നെ വേണം നല്ലൊരു തുക മാസം. അതിനാലാണ് ആഗ്രഹിച്ചതല്ലെങ്കിൽ കൂടി വീട് വിട്ടിറങ്ങിയത്. ഒരു ജോലി കിട്ടിയാൽ എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കാമെന്നായിരുന്നു മനസ്സിൽ. പക്ഷേ വീടും ജോലിയും ഒന്നിച്ചു കൊണ്ടുപോകുന്നത് അത്ര എളുപ്പമല്ലെന്ന് അനുഭവം പഠിപ്പിച്ചു തന്നു. എന്നാലും ഓടിയേ പറ്റൂ. മോനൊരു കരയ്ക്കെത്തിയിട്ട് വേണം ഒന്ന് വിശ്രമിക്കാൻ. അടുക്കള പെണ്ണിൻ്റെ സാമ്രാജ്യമാണല്ലോ. ഇവിടെ ആണുങ്ങൾ കയറുന്നതും പണിയെടുക്കുന്നതും പുരുഷത്വമല്ലെന്ന് പണ്ടാരോ എവിടെയോ എഴുതി വച്ചിട്ടുണ്ടത്രേ. കാലവും ജീവിതവും ചുറ്റുപാടുകളും മാറിയാലും അവനവന് സുഖം തരുന്ന ആചാരങ്ങളൊന്നും മാറ്റാൻ പുരുഷൻ തയ്യാറല്ല. ബാക്കിയെല്ലാം പഴഞ്ചൻ എന്ന് പറഞ്ഞ് അവൻ തമസ്കരിക്കും. വാതിൽ തുറന്നതും മോൾ പുസ്തകം സോഫയിലിട്ട് കട്ടിലിൽ പോയി കിടന്നു. എന്തു പറ്റി എന്ന് അതിശയിച്ചു. വന്നാൽ നേരെ പോയി അടുക്കള അരിച്ചു പെറുക്കുന്ന കുട്ടിയാണ്. ഇന്നെന്തു പറ്റി മോളെ എന്ന് വിളിച്ച് അടുത്ത് ചെന്നിരുന്നപ്പോൾ പൊള്ളുന്ന പനി കുട്ടിക്ക്. അയ്യോ, പൊള്ളുന്നുണ്ടല്ലോ മോളെ, നീ എണീക്ക്, അമ്മ ഡോക്ടറുടെ അടുത്ത് കൊണ്ടുപോകാം. വേണ്ട അമ്മേ, സ്കൂളും ട്യൂഷനും തളർന്നു, ഇനി എവിടേക്കും പോകാൻ വയ്യ. അത് പറ്റില്ല മോളെ, ഇപ്പോൾ പലയിടത്തും പനി പടർന്നു നടക്കുന്നുണ്ട്. ക്ലിനിക് അടയ്ക്കും മുമ്പേ പോകണം. എൻ്റെ മോള് അമ്മയെ വിഷമിപ്പിക്കാതെ എണീക്ക്. മനസ്സില്ലാ മനസ്സോടെ അവൾ എണീറ്റിരുന്നു. ശാലിനി ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ കൊടുത്തു. 4 കിലോമീറ്റർ ദൂരെയാണ് കുടുംബ ഡോക്ടറുടെ ക്ലിനിക്ക്. അവിടെ കാണിച്ചാലേ അവൾക്ക് തൃപ്തിയാകൂ, അസുഖവും മാറും. മോളുടെ കൈ പിടിച്ച് വാതിൽ പൂട്ടി ശാലിനി ഇരുട്ടിലേക്ക് ഇറങ്ങി. അപ്പോഴും കഴുകാതെ കിടക്കുന്ന പാത്രങ്ങളും രാത്രിയിലേക്ക് ഭക്ഷണമൊന്നും പാകം ചെയ്തില്ലെന്നതും അവളെ അസ്വസ്ഥമാക്കിക്കൊണ്ടിരുന്നു. വഴികളിൽ പല റിക്ഷയ്ക്കും കൈകാണിച്ചെങ്കിലും ആരും നിർത്തിയില്ല. പനിച്ചു തുള്ളുന്ന മോളെയും ചേർത്ത് പിടിച്ച് ഇരുട്ടിലൂടെ 10 മിനിറ്റ് നടന്നപ്പോൾ ഒരു റിക്ഷ കിട്ടി. ചെന്നപ്പോൾ ക്ലിനിക് അടയ്ക്കാനുള്ള പുറപ്പാടിലായിരുന്നു. പരിചയമുള്ള ഡോക്ടർ ആയതിനാൽ അയാൾ കുട്ടിയെ പരിശോധിച്ച് മരുന്ന് കൊടുത്തു. സാരമില്ല, വൈറൽ ഫീവറാണ്. ഈ മരുന്ന് കഴിച്ച് 2 ദിവസം റെസ്റ്റ് എടുത്താൽ മതി, എല്ലാം സുഖമാവും എന്ന് ഡോക്ടർ പറഞ്ഞപ്പോഴാണ് ശ്വാസം നേരെ വീണത്. ക്ലിനിക്കിൽ നിന്ന് ഇറങ്ങിയപ്പോഴാണ് ഓർത്തത് സതീഷിൻ്റെ കയ്യിൽ ചാവിയില്ല. വീട് പൂട്ടി അടുത്ത റൂമിൽ ചാവി കൊടുക്കാമെന്നാണ് കരുതിയത്. പരിഭ്രാന്തിയിൽ അത് മറന്നു. മൊബൈലും എടുക്കാൻ മറന്നു. സതീഷ് ഇപ്പോൾ വാതിൽ തുറക്കാൻ പറ്റാതെ പുറത്തു നിൽക്കുന്നുണ്ടാവുമോ എന്തോ. കുറേ അധികം ജോലികൾ ബാക്കിയുണ്ട് ഓഫീസിൽ. അതാണ് ഇന്നു തന്നെ വീടെത്താൻ വൈകിയത്. 2 ദിവസം റെസ്റ്റ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. സുഖമില്ലാത്ത മോളെ ഒറ്റയ്ക്കിരുത്തി ജോലിക്ക് പോകാൻ കഴിയില്ല.
2 ദിവസം ലീവ് എടുത്താൽ അവിടുത്തെ കാര്യം എന്താകുമോ? ചെറിയതെങ്കിലും ഈ ജോലി കൂടി പോയാൽ. നാളെ മോന് ഹോസ്റ്റൽ ഫീസ് അടയ്ക്കേണ്ട ദിവസമാണ്. സമയം 10 കഴിഞ്ഞു. ഇനി എപ്പോൾ ചെന്ന് ഭക്ഷണം ഉണ്ടാക്കും? കൂടെ ഇരിക്കാൻ പലർക്കും കഴിയും, പക്ഷേ ഒരു കൂട്ടായിരിക്കാൻ എല്ലാവർക്കും കഴിയില്ല. അവളുടെ തളരുന്ന മനസ്സിൽ നിന്ന് ഒരു ദീർഘനിശ്വാസം ഉതിർന്നു. അസ്വസ്ഥമായ ഉത്തരമില്ലാത്ത ഒരു പിടി ചോദ്യങ്ങൾ വീർപ്പ് മുട്ടിച്ചുകൊണ്ടിരുന്നു. ഒരു മനസ്സുമായി അവൾ ഇരുളിലേക്ക് ഇറങ്ങി. മോളുടെ കൈപിടിച്ച് വീട് ലക്ഷ്യമാക്കി റിക്ഷയ്ക്ക് വേണ്ടി നടക്കുമ്പോൾ തെളിഞ്ഞ ആകാശം കാർമേഘങ്ങൾ മൂടിയിരുന്നു. അവിചാരിതമായി ഒരു മഴക്കോളിൻ്റെ തണുത്ത കാറ്റ് അവളെ തഴുകി കടന്നുപോയി. സഹനത്തിൻ്റെ ആൾരൂപമായി ശാലിനി ഇരുളിലൂടെ മകളെ ചേർത്ത് പിടിച്ചു നടന്നു. അവളുടെ കണ്ണിൽ നിന്ന് മടർന്ന 2 തുള്ളി കണ്ണുനീർ വഴിയരികിൽ വീണ് ബാഷ്പമായി. തികട്ടി വന്ന തേങ്ങൽ മകൾ അറിയാതിരിക്കാൻ അവൾ വെറുതെയെങ്കിലും മോളോട് എന്തൊക്കെയോ സംസാരിച്ചു കൊണ്ടിരുന്നു. ജയശ്രീ രാജേഷ് മുംബൈയിൽ അധ്യാപികയായി ജോലി ചെയ്യുന്നു. ജന്മനാട്ടിൽ നിന്ന് പറിച്ചെടുത്ത വേരുകൾ മുംബൈയിൽ നട്ടുപിടിപ്പിച്ചിട്ട് 21 വർഷങ്ങൾ. മലയാള മിഷൻ മുംബൈ ചാപ്റ്ററിൽ മിഷൻ അധ്യാപിക കൂടിയാണ്. ആനുകാലികങ്ങളിലും സാമൂഹ്യ മാധ്യമങ്ങളിലും കഥ, ലേഖനം, കവിതകൾ എന്നിവ എഴുതാറുണ്ട്. കവിതയെ കൂടുതൽ ഇഷ്ടപ്പെടുന്നു. സ്വദേശം പാലക്കാട് ജില്ലയിൽ തൃത്താലയ്ക്കടുത്തുള്ള മലമക്കാവിനടുത്ത ഹരിക്കാട് എന്ന ഗ്രാമം.